വിത്ത് മുളയ്ക്കൽ, സീഡ് ജെർമിനേഷൻ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. നമുക്ക് ചിത്രത്തിൽ നോക്കാം. വിത്ത് വളർന്ന് ആദ്യമുണ്ടാകുന്നത് ബീജമൂലമാണ്. ഈ ബീജമൂലം വേരായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീടുണ്ടാകുന്നതാണ് ബീജശീർഷം. ഈ ബീജശീർഷമാണ് ഇലയും തണ്ടുമായിട്ട് മാറുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം, റാഡിക്കൽ. പിന്നീട് പുറത്തു വരുന്ന ഭാഗം ബീജശീർഷം, പ്ലിമ്യൂൾ. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, വായു, അനുകൂല താപനില. ഇവിടെ സൂര്യപ്രകാശവും അതേപോലെ മണ്ണും വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായി വരുന്നില്ല. എന്നാൽ ചെടി വളരുന്നതിന് അവ ആവശ്യമാണ്.